പറഞ്ഞ എനിക്ക് കേസ് തരാമെന്ന്. കേസ് തരത്തില്ലല്ലോ. ഞാൻ പോകാമെന്ന് പറഞ്ഞില്ലേ, നിങ്ങളൊരു കേസ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോടതി പോയി പ്രസന്റ് ചെയ്യാം. വീഡിയോസ് ഞാൻ കഴിയാം, നിങ്ങൾ ചെയ്യാൻ കഴിയാം, എന്തും എന്തെങ്കിലും കഴിയണം. നിങ്ങൾ കണ്ടന്റ് തരിക, എന്തൊക്കെയാ പറയുന്നത് എഴുതി തരിക, കണ്ടന്റ് കഴിയാൻ എന്താ വരാത്തത്. എന്നിട്ട് പിന്നെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് 700 സബ്സ്ക്രൈബേഴ്സ് ഞാൻ തന്നെ റെഡിയാക്കിയതാണ്. നിങ്ങൾ പിന്നെ ഇത് ഇൻസ്റ്റാഗ്രാം എന്തിനാ? നമുക്ക് യൂട്യൂബ് പോലെ, യൂട്യൂബ് നല്ലതല്ലേ ഇൻസ്റ്റാഗ്രാമില്. യൂട്യൂബ് പോയിട്ട് പറയുക, ഇൻസ്റ്റാഗ്രാമും അതേ യൂട്യൂബും ആണല്ലോ. സിദ്ധാർത്ഥ, എനിക്ക് എന്താ എനിക്ക് ഞാനെന്ന് പറയുന്ന ആള് സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നമ്മൾ വിളിക്കുന്നത് ഒരാൾ വന്നു പറഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എന്താണ് അങ്ങനെ കട്ട് ചെയ്തതെന്ന് ഞാൻ ക്യൂരിയസ് ആയിട്ട് മൈൻഡുള്ള ആളാ. ഇത് വിചാരിക്കുന്നതുള്ള ആളല്ല. തുറന്നു തരുന്ന ആളാണ്. എന്താണ് അങ്ങനെ, എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്ന ആളാണ് മനസ്സിലായി. അപ്പോ ഞാൻ പറയട്ടെ, നമ്മളോട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പെരുമാറിയില്ലെങ്കിൽ എനിക്ക് അവരുടെ കാര്യം പറയാം. ഞാനും വളരെ സ്ട്രെയിറ്റ് ആണ്. അതുകൊണ്ട് കേസ് കൊടുക്കുമ്പോൾ അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കണം. ഇത്രയും നാളിങ്ങനെ താമസിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ശരിക്കും. അതുകൊണ്ടാ പറഞ്ഞേ ബെറ്റർ വെയിറ്റ്, അതാ ബെറ്റർ വെയിറ്റ് ആണ് ഞാൻ പറഞ്ഞത്. എന്നാലും സമയം ഇങ്ങനെ പോവില്ലേ, കേസ് കൊടുക്കണ്ട. എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ കറക്റ്റ് ആക്കി വെച്ചിരിക്കുക. കോപ്പി എടുത്താൽ മതി. ഞാൻ കോപ്പി എല്ലാം എടുത്ത് ഇവിടെ വെക്കാം. കോപ്പിയൊക്കെ എടുത്ത് ഞാൻ വെച്ചേക്കാം. ഇനി ഒരെണ്ണം പോലീസ് സ്റ്റേഷനിൽ ഞാൻ എന്തായാലും അടുത്താഴ്ച കൊണ്ട് കൊടുത്തിരിക്കുക. അത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണ്ടേ? അതാ പറഞ്ഞത്, അതാ ഞാൻ അടുത്താഴ്ച കൊണ്ട് കൊടുക്കേണ്ടെന്ന് പറഞ്ഞത്. അപ്പോഴത്തേക്കും റെഡിയാക്കി വെക്കണ്ടേ? ഏതാ 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 അത് അന്ന് കൊടുത്തത് വേദാഗിരിയിലും അവിടെയൊക്കെ അവരൊക്കെ നമ്മളെ പറ്റിച്ചു വിട്ടില്ല. ഇവന്മാരുടെ ഇൻഫ്ലുവൻസ് കാണും. പക്ഷെ ഇവന്മാരെല്ലാം ചെയ്യിപ്പിച്ചേക്കുന്നത് നമ്മുടെ വിസ വൈകിക്കാതെ ഇവന്മാരാണ്. അതുകൊണ്ട് ഇവന്മാർക്ക് അത് കാണുന്നത് ഇത് ഭയങ്കര ഫ്രോഡല്ലേ. ഇത് പിടിക്കപ്പെട്ടാൽ ഭയങ്കര ഇതാവുന്നത് എടുത്തിട്ട് ഇതാക്കിയ ഇതാണല്ലോ. അതുകൊണ്ട് വലിയ കേസ് ആയതുകൊണ്ട് ഇവന്മാർ നമ്മളെ കൊണ്ട് അങ്ങനെ പറ്റത്തില്ല, ചീറ്റിങ് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ വിടുവായിരുന്നു. മനസ്സിലായിരിക്കും. ചീറ്റിങ് ആണല്ലോ. നമ്മള് പൈസ കൊടുത്തത് വർക്ക് വിസയ്ക്ക്, ഉമ്മാര് കൊണ്ടുവന്ന് വിസിറ്റേഴ്സ് വിസയ്ക്ക് കൊടുക്കാൻ ആരെന്ന് പറഞ്ഞോ? നമ്മള് അവരെ പറഞ്ഞിട്ടില്ല. അവരുടെ ഡ്യൂട്ടി ചെയ്യേണ്ടത് അവരുടെ, നമ്മളോട് പൈസ വാങ്ങിച്ചത് വർക്ക് വിസയ്ക്കും അവരുടെ ഡ്യൂട്ടി അതിനനുസരിച്ച് ചെയ്യേണ്ട അവരുടെ ചുമതലയായിരിക്കും. അതുപോലെ പിന്നെ എന്തെല്ലാം അവരെ ചീറ്റിങ് ചെയ്യുന്നത് അവരുടെ പാട്ട് അവർ പെർഫോം ചെയ്തിട്ടേ ഇല്ലെന്ന് വരുത്തണം. മനസ്സിലായിരിക്കും. അതങ്ങനെയാണല്ലോ. അങ്ങനെ എന്തോ പാട്ട് പെർഫോമൻസ് ഉണ്ടോ അത്? അവർ ചെയ്തിട്ടില്ല. നമ്മളോട് പറഞ്ഞനുസരിച്ച് വർക്ക് വിസ അപ്ലൈ ചെയ്തില്ല. എന്താ വിസിറ്റേഴ്സ് വിസ ചെയ്തിട്ട് എംബസി കേരളത്തിലെ പ്രൊസീജിയറിനൊക്കെ ചോദിച്ചിട്ട് അത് സബ്മിറ്റ് ചെയ്തിട്ടില്ല. നമ്മളെ ഒരു കാര്യവും അറിയിച്ചിട്ടുമില്ല. മനസ്സിലായില്ലേ? നമ്മൾ അവരെ നമ്മുടെ ബിഹാഫിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പൈസ കൊടുക്കുന്നത്. അതായത് നമ്മളെങ്ങനെ സീരിയസ് ആയിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു അതുപോലെ അവർ വർക്ക് ചെയ്യണം. പക്ഷെ അവർ ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് ചീറ്റിംഗ് അല്ലയോ അത്? നമ്മുടെ പൈസ വാങ്ങിച്ചിട്ട് അപ്പൊ എന്താ കൊണ്ടുവരാതിരിക്കാൻ ചീറ്റിംഗ് ആണ്. ചീറ്റിംഗ് വരണം. പിന്നെ ഈ ഓൺലൈൻ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഇന്നാൾ നോക്കിയായിരുന്നു. അങ്ങനെ ഏതാണ്ടൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ഫോണോട്ടിക്സോ ഏതാണ്ടെല്ലാം കൊടുക്കണം, ഏതാണ്ടെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ഓൺലൈൻ വഴി പേയ്മെന്റ് നടത്തിയത് അതും എല്ലാം ഇതാക്കണം. ഓൺലൈൻ വഴി പേയ്മെന്റ് നടത്തുന്ന ഏതാണ്ട് ഓൺലൈൻ ഫ്രോഡ് ഉണ്ടോ വരുത്തുന്ന ഏതാണ്ട് അതെല്ലാം കൂടെ വരുത്തണമെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ വായിക്കുന്നത്. ഇത് എത്ര നോക്കട്ടെ, നമ്മൾ പറയുമ്പോഴാണോ നോക്കട്ടെ എന്ന് പറയുന്നത്?
ചെയ്യേണ്ടത്? അതെവിടെ എൻക്വയറി ചെയ്യേണ്ടത്? ഇവരുടെ